ഗവർണറും സർക്കാരും തമ്മിലുള്ള ഉരസലിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തുന്നതിന് മുൻപ് ഈ ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യമായ തലവേദന സർക്കാരിനുണ്ടായിരുന്നില്ല. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതിന് പിന്നാലെ ആ ബന്ധം വഷളാകുന്നത് കണ്ടു. ഗവർണറും സർക്കാരും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം തന്നെയായിരുന്നു ആ കാലയളവിൽ നമ്മൾ കണ്ടത്. ആരിഫ് മുഹമ്മദ് ഖാൻ പോയി, പകരം RSSകാരനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി ഇവിടെ എത്തി. അദ്ദേഹവുമായി വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് LDF സർക്കാരും അതിന് തന്നെയായിരുന്നു ഇടപെട്ടത്. അതിന് പിന്നാലെ വന്ന UDF സർക്കാരും ആ നയം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവർണർ അർലേക്കർ ഇറങ്ങിക്കളിക്കുന്നതാണ് കാണുന്നത്. യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ഗവർണർ വിളിച്ചു ചേർത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് VD സതീശൻ ഉള്ളത്. അത് അദ്ദേഹം ലോക്ഭവനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മേലിൽ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കരുതെന്ന നിർദ്ദേശമാണ് ലോക്ഭവന് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. സംഘബന്ധമുള്ള ഒരാളെ MG സർവകലാശാല VC ആക്കിയ മറ്റൊരനുഭവം കൂടി കുറച്ച് ദിവസം മുൻപാണ് അങ്ങനെ ഒരു നിയമനം നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഗവർണറെ എങ്ങനെ നേരിടും സർക്കാർ എന്നതാണ് അടുത്തത്. സർ, അർലേക്കറുടെ ഈ നീക്കങ്ങൾ എങ്ങനെ കാണുന്നു? അതിനോട് എങ്ങനെയായിരിക്കും ഇനി UDF സർക്കാരിൻ്റെ ഒരു സമീപനം വരാൻ പോകുന്നത്? ഇത് അർലേക്കറുടെ നീക്കം മാത്രമായിട്ടല്ല ദിവ്യ, ഈ പറഞ്ഞ 2014 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേകമായ പ്രതിഭാസമാണെന്ത്, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഭരണത്തിൽ ഇടപെടുകയോ ഇടങ്കോലിടുകയോ ചെയ്യുക എന്നുള്ളത്. ഇടപെടുക മാത്രമല്ല, ഇടങ്കോലിടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ കേസിൻ്റെ അടിസ്ഥാനം എന്താണ്? തമിഴ്നാട് അസംബ്ലി പാസ്സാക്കുന്ന ബില്ലുകളൊന്നും ഇദ്ദേഹം ഒപ്പിടാതിരിക്കുക എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഭരണസ്തംഭനം ഉണ്ടാക്കുകയാണ്, ഇടങ്കോലിടുകയാണ് ചെയ്യുന്നത്, മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക. അതേപോലെ എന്നുവെച്ചാൽ ആ ബില്ലുകളൊക്കെ ഏതോ നിലക്ക് കേന്ദ്ര ഗവൺമെൻറ് താല്പര്യങ്ങളുമായി സംഘർഷത്തിലുള്ളതോ അല്ലെങ്കിൽ ഗവർണർക്ക് ഇഷ്ടക്കേടുള്ളതോ ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഗവർണറുടെ ജോലി എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഡിബേറ്റ് ഈ സന്ദർഭങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒരു കൈൻഡ് ഓഫ് വൈസ്രോയ് രാജ് ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ് ഗവർണറുമായി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഭരണമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ചില ഘട്ടങ്ങളിൽ അതിൻ്റെ പരിധി വിട്ടതിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ബംഗാളിൽ നമ്മുടെ പിന്നീട് ഉപരാഷ്ട്രപതിയായി മാറിയിട്ടുള്ള ധൻഖർ, ജഗ്ദീപ് ധൻഖർ, അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ പോലെയായിരുന്നു അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. RN രവി തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലൊരു കാര്യം എന്നുള്ളത് എന്തിനാണ് കാണേണ്ടത്? ഇപ്പോൾ ആളുകൾ ചോദിക്കും, ഇപ്പോൾ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് അദ്ദേഹം വിളിക്കുന്നു, ഗവർണർ വിളിക്കുന്നു. നല്ല കാര്യമല്ലേ? അങ്ങനെ നോക്കിയാൽ നല്ല കാര്യമല്ലേ? ഒരു അടിപൊളി പരിപാടി കേന്ദ്രം നടപ്പിലാക്കുന്നു, അതിവിടെ എങ്ങനെ ഉഷാറാക്കാമെന്നതിനെ കുറിച്ച് നോക്കൂ. ഇത് അദ്ദേഹത്തിൻ്റെ ജുറിസ്ഡിക്ഷനിൽപ്പെട്ടതല്ല, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ല. ഓക്കെ, രാജ്ഭവനല്ല, ലോക്ഭവനകത്ത് യോഗ സംഘടിപ്പിക്കണം. അതുമായി ബന്ധപ്പെട്ട് ലോക്ഭവൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ മീറ്റിംഗ് അദ്ദേഹത്തിന് വിളിക്കാം. അതിന് പുറത്ത് അദ്ദേഹത്തിന് അധികാരമില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി നിയമത്തിൽ ചാൻസലർക്ക് അധികാരമുണ്ട്. അതാരും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോഴാണ് അത് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോഴാണ് ഇതിൻ്റെ സാധ്യത അവർ മനസ്സിലാക്കുന്നത്. അന്ന് അത് വിവാദമായ ഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നുണ്ട്, നിങ്ങൾ മാറ്റിക്കോളി, ഞാൻ ചാൻസലറായിരിക്കും, ഇതൊന്നും ഇവിടെ നടക്കില്ല, നിങ്ങൾ തന്നെ ചാൻസലർ സ്ഥാനം മാറ്റിക്കോളി. അന്ന് മാറ്റാമായിരുന്നു, അന്ന് ആ നിയമം മാറ്റാമായിരുന്നു. പക്ഷെ അന്ന് നിങ്ങൾ പോലെ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നിയമം ഭേദഗതി കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ അസൻറ്റ് കൊടുത്തില്ല. ഇങ്ങനെയൊക്കെയാണ് അത് പോയത്. അപ്പം ഏതൊക്കെ നിലയ്ക്ക് ഇടപെടാൻ പറ്റുമോ ഇടപെടാനുള്ള സാധ്യതകൾ, ഭരണഘടനാപരമായ സാധ്യതകളുണ്ടോ, അതെല്ലാം ഉപയോഗിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഗവർണർമാർ ചെയ്യുന്നത്. ഇതിപ്പം അതിനും അപ്പുറം കടന്നിട്ടുള്ള ഇരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാം. അവരുടെ യോഗം വിളിക്കുകയാണ് ഗവർണർ. അത് ഗുരുതരമായുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രി ഫ്ലാഗ് ചെയ്തു, പ്രതിപക്ഷ നേതാവ് ഫ്ലാഗ് ചെയ്തു. അത് ശരിയല്ല, ഇത് ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി പറയുന്നു, പ്രതിപക്ഷ നേതാവ് അതിനെ അപലപിക്കുന്നു. അത് വളരെ പോസിറ്റീവായുള്ളൊരു കാര്യമാണ്. വല്ലാതെ കളിക്കരുത്, നിങ്ങളുടെ ഒരു ജുറിസ്ഡിക്ഷൻ വിട്ട് കളിക്കരുത്, അധികാരപരിധി വിട്ട് കളിക്കരുത് എന്ന് കേരളത്തിൻ്റെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആ ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. എല്ലാ നിലക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ വഴിയിലൂടെ ഗവേണൻസിൽ ഇടപെടുക എന്നുള്ളൊരു പരിപാടി ഈ കേന്ദ്രം നിശ്ചയിച്ച ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഗവർണർ എന്ന് പറയുന്നത് അദ്ദേഹം ഹീസ് നോട്ട് ദ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്, ഹീസ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഇത് ആ വ്യത്യാസം മനസ്സിലാക്കണം. ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറയുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്ററാണ് കേരളത്തിലെ ഗവേണൻസിൻ്റെ ചുമതലയുള്ള ആൾ. ഗവർണറുടെ ഉത്തരവാദിത്വം എന്താണ്? അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടർ എന്നോ അതിൻ്റെ ഒരു കസ്റ്റോഡിയൻ എന്നുള്ളതാണ്.
അതിൽ ആ നിലക്ക് ഭരണഘടന വിഭാവന ചെയ്തിട്ടുള്ള ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ ചട്ടക്കൂടുകളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ വ്യാഖ്യാന പ്രശ്നങ്ങളുണ്ട്, കോടതി ഇടപെടലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും ഒടുവിൽ നമ്മളുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ വെച്ചു. ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ കുര്യൻ ജോസഫ് കമ്മീഷൻ എന്ന പേരിൽ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഗവർണർമാരുടെ പ്രശ്നം, സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പ്, ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്ത് സമീപനം സ്വീകരിക്കണം എന്തെല്ലാം നിയമപരമായിട്ടുള്ള റിഫോംസ് ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് കമ്മീഷൻ വെക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഡോക്യുമെൻ്റാണ് കുര്യൻ ജോസഫ് കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയം ആ ഡോക്യുമെൻ്റ് പഠിക്കണം. അത് പഠിച്ചുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് ഇന്നത്തെ അവസ്ഥയിൽ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളത് അതൊരു രാഷ്ട്രീയമായ കൃത്യതയുള്ളൊരു ഡോക്യുമെൻ്റാണ്. ഇതാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തീരുമാനിക്കുന്നതിൻ്റെ റഫറൻസായിട്ട് സ്വീകരിക്കേണ്ടതെന്നൊരു ഡിമാൻഡ് അവർക്ക് ഉന്നയിക്കാവുന്നതാണ്. ഇത് പരിധി വിട്ട് പോകുമ്പോൾ നോക്കൂ, സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്, കർണാടക, കേരളം, ഇത് തെലങ്കാന, പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങൾ BJP അല്ല ഭരിക്കുന്നത്, BJPക്ക് പുറത്തുള്ള രാഷ്ട്രീയമാണ്. ആന്ധ്രാപ്രദേശിൽ BJP ഒരു ജൂനിയർ പ്ലെയറാണ്, അവരുടെ ഘടകകക്ഷിയാണ് അവിടെ ഭരിക്കുന്നത്. എന്തു തന്നെയാലും ഞങ്ങളിതിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധം തീർക്കും എന്നുള്ളൊരു കളക്റ്റീവ് വോയ്സ് സംസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇത് കൂടുതൽ അപകടകരമായിട്ടുള്ളത്, അവരൊരു കളക്റ്റീവ് വോയ്സ് ഉയർന്നു വരേണ്ട സമയമാണ്. അല്ലാതെ ഇത് അവസാനിക്കുന്നില്ല. എന്തെല്ലാം നിലക്കുള്ള വിമർശനങ്ങളും കോടതി നടപടികളും എല്ലാം ഉണ്ടായിട്ടും ഈ പണി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇത് ചെറിയൊരു കാര്യമാണ്. യോഗാ ദിനം എന്ന് പറയുന്ന ഒരു ഇവൻ്റ് എന്നുള്ളത് ചെറിയ കാര്യമാണ്. പക്ഷേ ആ ഒരു ആക്ട് ഒരു ഗുരുതരമായുള്ളൊരു ആക്ടാണ്. അതിനെതിരെ ഭരണപക്ഷവും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേപോലെ ശബ്ദിച്ചു എന്നുള്ള ആശാവഹമായുള്ള കാര്യമാണ്. ഈ ഒരു മൂവ്മെൻറ്റിനെ സംസ്ഥാനങ്ങളുടെ ഓട്ടോണമി എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ ഒരു ആശയത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കൂടുതൽ ഗൗരവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സംഭവം. യെസ്, അജിംസ്, കേന്ദ്രവുമായി സഹകരിച്ച് പോകണമെന്നാണ് UDF സർക്കാരൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നൽകുന്ന ഇതിപ്പോൾ ഗവർണറുമായുള്ള ഈ തർക്കം അത് തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് അത്ര കണ്ട് നന്നായി പോകാനിടയില്ലെന്നല്ലേ വ്യക്തമാവുന്നത്? ഇതിൽ ഈ യോഗം വിളിച്ചത് എത്രമാത്രം ഗൗരവതരമാണെന്ന് ദാവൂദ് പറഞ്ഞു. അത് ഭരണഘടനയുടെ തന്നെ പല പ്രൊവിഷൻസിനെതിരാണ് എന്ന് ഇരിക്കെ തന്നെ എന്നെ ഞെട്ടിച്ചതൊന്നുമല്ല. ഈ സംഭവം നടന്നത് 2 ദിവസമായി. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇത് പറയുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. പ്രതിപക്ഷ നേതാവ് ഇത് വിളിച്ചു പറയുമ്പോഴാണ് മാധ്യമങ്ങളിലൂടെയാണ് സർക്കാർ അറിഞ്ഞത് എന്ന് പറയുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? ആരൊക്കെ അതിൽ പങ്കെടുത്തു? അതിൽ പങ്കെടുത്തത് വൈസ് ചാൻസലർമാർ പങ്കെടുത്തു. വൈസ് ചാൻസലർ സ്വാഭാവികമായിട്ടും മോഹൻ ഭാഗവതിൻ്റെ പരിപാടിക്ക് പോയിട്ടുണ്ട്. അവരിതിനും പോകും, ഉറപ്പായിട്ടും പോകും. പിന്നെ കേന്ദ്ര സർക്കാർ പ്രൊജക്റ്റുകളുടെ ഭാഗമായി കേന്ദ്രത്താൽ നിയമിതരായ ചില ജീവനക്കാരൊക്കെ പങ്കെടുത്തു. പിന്നെ ഇതിൽ നിന്ന് പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട ആൾ ഡോക്ടർ B. അശോകാണ്. ഡോക്ടർ B. അശോക് ഒരു IAS ആണ്, ശരി, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. ഓക്കെ, ഡോക്ടർ B. അശോക് അതിൽ പങ്കെടുത്തത് ചീഫ് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. ഡോക്ടർ B. അശോക് അതിൽ പങ്കെടുത്ത് VD സതീശൻ അറിഞ്ഞിട്ടില്ല. GM ജോൺ അറിഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇവരുടെ ആരുടെ അനുമതി ഇല്ലാതെ ഗവർണർ വിളിച്ചപ്പോൾ ഞാൻ പോയി കളയാം എന്ന് ഡോക്ടർ B. അശോകിന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. അതായത് വൈസ് ചാൻസലർമാർ പോകുന്നത് എന്ത് കാരണത്താലാണ്? വൈസ് ചാൻസലർമാർ ഗവർണർ വിളിക്കുമ്പോൾ പോകുന്നത് എന്ത് കാരണത്താലാണ്? അവരുടെ രാഷ്ട്രീയമായ പക്ഷപാതിത്വത്തിൻ്റെ കാരണത്താലാണ്. അവരെ നിയമിച്ചിട്ടുള്ളത് എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെന്ന് അവർക്കറിയാം. ഡോക്ടർ B. അശോക് പോകുന്നത് എന്ത് കാരണത്താലാണ്? അതായത് GM ജോണോ VD സതീശനോ ഒന്നും, ചീഫ് സെക്രട്ടറിയോ ഒന്നും അറിയാതെ ഞാൻ പോയി കളയാം എന്ന് B. അശോകിന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് ഇതേ രാഷ്ട്രീയ കാരണത്താലാണ്. ഇവിടെയാണ് VD സതീശൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കേന്ദ്രവുമായുള്ള സംസ്ഥാനത്തിൻ്റെ റിലേഷൻ അതിനെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുകയും നിലപാടെടുക്കുകയും ചെയ്യണം. ആ നിലപാടെടുക്കുകയും ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇതിൻ്റെ പ്രശ്നം നമ്മൾ ബജറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ കേന്ദ്രവുമായി എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് ശണ്ട ഓടാൻ പറ്റുമോ? അതൊരു ചോദ്യം തന്നെയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും രാവിലെ എഴുന്നിട്ട് കേന്ദ്രമായിട്ട് ശണ്ട കൂടുന്നില്ല. അങ്ങനെ ശണ്ട കൂടുന്നില്ല. അപ്പോൾ കർണാടക നോക്കുക. കർണാടക എല്ലാ ദിവസവും സിദ്ധരാമയ്യോ DK ശിവകുമാറോ ഒന്ന് മോദിയെ ചീത്ത വിളിക്കുകയല്ല ചെയ്യുന്നത്. അവരവരുടെ പണി നോക്കുകയാണ്. പക്ഷേ അവരുടെ അധികാരം കവരാൻ ശ്രമിക്കുമ്പോൾ, ഭരണഘടനാ വിരുദ്ധമായി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ കൈകടത്തുമ്പോൾ, അങ്ങനെ ഒരു ആക്ട് ഉണ്ടാവുമെന്ന് സൂചന ഉണ്ടായാൽ പോലും അതിനെ എതിർക്കുക, അതിനോട് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ മുഖ്യമന്ത്രി ദ മോസ്റ്റ് ഇൻകംപീറ്റൻറ്റ് ചീഫ് മിനിസ്റ്ററാണ് എന്ന് ഒരു കാവൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുന്നതിന് മുമ്പ് ഒരു യൂട്യൂബറുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ് ഡോക്ടർ B. അശോക്.
കാവൽ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അപ്പോഴും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദ മോസ്റ്റ് ഇൻകംപീറ്റൻറ്റ് ചീഫ് മിനിസ്റ്റർ. അങ്ങനെ എങ്ങനെയാണ് ഒരു IAS പറയാൻ കഴിയുക? ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? അയാൾക്ക് ഇതിന് നടപടി സ്വീകരിക്കേണ്ടത്. എന്നിട്ട് അതേ ഉദ്യോഗസ്ഥനെ ഈ കഴിഞ്ഞ സർക്കാർ സസ്പെൻഡ് ചെയ്തത് അകാരണമായിട്ടാണ് എന്ന് VD സതീശന് അഭിപ്രായമുണ്ടോ? N പ്രശാന്തിനെയോ B അശോകിനെയോ സസ്പെൻഡ് ചെയ്തത് ചട്ടവിരുദ്ധമായിട്ടാണ്, നിയമവിരുദ്ധമായിട്ടാണെന്ന അഭിപ്രായം VD സതീശനുണ്ടോ? പക്ഷേ സതീശൻ പറഞ്ഞെന്താ, കഴിഞ്ഞ സർക്കാർ സസ്പെൻഡ് ചെയ്ത ആളുകളെയൊക്കെ ഞങ്ങൾ തിരിച്ചെടുക്കും എന്നാണ് പറഞ്ഞത്. തിരിച്ചെടുക്കുക മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം പോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള പുതിയ കാലത്ത് ഗവർണർ ഇറങ്ങിക്കളിക്കുന്ന ഒരു വകുപ്പിൻ്റെ സെക്രട്ടറിയുമാക്കി. എന്താണ് അതിന് പ്രേരിപ്പിക്കുന്ന ചേതവികാരം എന്താണ്? VD സതീശനെ പ്രേരിപ്പിക്കുന്ന ചേതവികാരം എന്താണ്? അതായത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം അവരെപ്പോഴും പിന്തുടരുകയാണ്. അതായത് മാർക്സിസ്റ്റ് വിരുദ്ധത പറയുന്നവരൊക്കെ നമ്മുടെ ആളുകളാണ് എന്നാണ് അവരിപ്പോഴും ചിന്തിക്കുന്നത്. ഏത് കാലത്ത്? മോദി 3 ടൈം ഭരിച്ചു കഴിഞ്ഞ ഒരു കാലത്തും BJPക്ക് 3 MLA-മാരുണ്ടായ ഒരു കാലത്തും അവർക്ക് 45-50 ലക്ഷം വോട്ട് കിട്ടുന്ന കാലത്തും VD സതീശനും കോൺഗ്രസ്സുകാരും ചിന്തിക്കുന്നത് എന്താണ്? CPM-നെ 4 ചീത്ത വിളിച്ചാൽ അവരൊക്കെ നമ്മുടെ ആളാണ്. അത് കന്നഡയൊക്കെ വെച്ച് ഇങ്ങനെ തലയാട്ടി സംസാരിക്കുന്ന യൂട്യൂബറാണെങ്കിലും, അതിപ്പോൾ B അശോകനെ പോലുള്ള ആൾക്കാരാണെങ്കിലും, നിലയ വിദ്വാന്മാരായിട്ട് എല്ലാ ദിവസവും ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന നിരീക്ഷകരൊക്കെ ആണെങ്കിലും ഇവരൊക്കെ നമ്മുടെ ആളുകളാണെന്ന് ഇവർ ചിന്തിക്കുകയാണ്. അവരോട് പറയാനുള്ളത്, പിണറായി വിജയൻ 2016 പറഞ്ഞൊരു കാര്യമാണ്, അവരൊന്നും നിങ്ങളുടെ ആളുകളല്ല കേട്ടോ എന്ന് പറഞ്ഞ് TP സെൻകുമാറിനെ കുറിച്ചാണ്. TP സെൻകുമാറിന് വേണ്ടി അന്ന് വാദിക്കുകയായിരുന്നു കോൺഗ്രസ്സുകാർ, UDF-കാർ, മുസ്ലിം ലീഗുകാർ. VD സതീശൻ ചിന്തിക്കേണ്ട കാര്യം, B അശോക് നിങ്ങളുടെ ആളല്ല എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. ഞാൻ ആ ഗവർണർ ട്വീറ്റ് ചെയ്ത എൻ്റെ ചിത്രം കണ്ടു. അതിലുള്ള VC-മാരെ കൂടാതെ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന് ഒരേ ഒരാൾ B അശോക് മാത്രമാണ്. എല്ലാവരും വിളിച്ചാൽ എല്ലാവരും പോയിട്ടില്ല. അവർക്കൊക്കെ ബോധമുണ്ട്, അവർ ഭരണഘടന വായിച്ചിട്ടുണ്ട്. ഇയാൾ പോകുന്നത് എന്തുകൊണ്ടാണെന്നെങ്കിലും VD സതീശൻ മനസ്സിലാക്കണം. കേന്ദ്രവുമായി എല്ലാ ദിവസവും ശണ്ടോടാനൊന്നും പോകണ്ട. പക്ഷേ നിങ്ങളൊരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ എല്ലാ ദിവസവും, ഇനിയുള്ള 5 കൊല്ലം എല്ലാ ദിവസവും സർക്കാർ ഭരണഘടനാപരമായി അപഹാസ്യരാകാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതിനുള്ള പണി അവർ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. യെസ്, എന്തായാലും ഈ യോഗം വിളിച്ച സംഭവം അത് VD സതീശനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അദ്ദേഹം കേന്ദ്രവുമായുള്ള നിലപാട് സംബന്ധിച്ച്, നയം സംബന്ധിച്ചൊരു ഉറച്ച ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. അത് അധികം വൈകാതെ തന്നെ എടുക്കേണ്ടതുണ്ട്.